കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ഡോക്ടർ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്ന് നമുക്ക് വിശ്വാസം എന്ന വിഷയത്തെപ്പറ്റി ചിന്തിക്കാം. വിശ്വാസം എന്ന വിഷയത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ അതിനാധാരമായി എബ്രായർ എഴുതിയ ലേഖനം 11:1 എബ്രായർ 11:1 വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ ഒരു നിർവചനമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. അതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വിശ്വാസത്തിന്മേൽ ഉറപ്പും ഒരു നിശ്ചയവും നമുക്ക് ഉണ്ടായിരിക്കണം. ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൽ വിശ്വാസം വളരെ അത്യാവശ്യമായ ഒരു സ്വഭാവ ഗുണമാണ്. വിശ്വാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നാം ഓരോരുത്തരും വിശ്വാസം മൂലമാണ് രക്ഷിക്കപ്പെട്ടത്. നാം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു. നാം ഹൃദയം കൊണ്ട് വിശ്വസിച്ചത് വായും കൊണ്ട് ഏറ്റു പറഞ്ഞപ്പോഴാണ് നാം ദൈവ മക്കളായി തീർന്നത്. ഇവിടെ നമുക്ക് തിരുവചനം വായിക്കുമ്പോൾ അനേകർ കർത്താവിൽ വിശ്വസിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉദാഹരണമായി മർക്കോസിൻ്റെ സുവിശേഷം 10:46 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിൽ ഇവിടെ നമുക്ക് ബർത്തിമായി എന്നൊരു കുരുടന് സൗഖ്യം ലഭിച്ച ഒരു സംഭവമാണ് നാം അവിടെ കാണുന്നത്. അവിടെ ഈ സാധു മനുഷ്യൻ്റെ വിശ്വാസത്തെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. ആ വേദഭാഗം നാം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതൊരു കുരുടനായിരുന്നു. പക്ഷേ ആ കുരുടന് കർത്താവിനെ എങ്ങനെയാണ് വിശ്വസിച്ചതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കറിയാം, താൻ വഴിയരികിരുന്ന് ഭിക്ഷ യാചിക്കുമ്പോൾ യേശു അതിലെ കടന്നുപോയപ്പോൾ അനേകർ പറയുന്നത് ഈ കുരുടൻ കേട്ടു. യേശു മരിച്ചവരെ ഉയർപ്പിച്ചു, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി എന്ന് അവൻ അറിഞ്ഞു. വഴിയരികിൽ ചിലർ ക്രിസ്തുവിനെ ശാസിക്കുന്നു അവൻ കേട്ടു. ക്രിസ്തു മശിഹ എന്നവൻ വിശ്വസിച്ചു. നമുക്കറിയാം, റോമർ 10:17 നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിശ്വാസം കേൾവിയാൽ വരുന്നു. ആ കുരുടൻ കേൾവിയാലാണ് തൻ്റെ വിശ്വാസം തനിക്ക് വന്നത്. അതുപോലെ ജനം ക്രിസ്തുവിൽ വിശ്വസിക്കാത്തത് ആത്മീയ അന്ധതയാണ്. ക്രിസ്തുവിനെക്കുറിച്ച് ഒരു പ്രാവശ്യം കേട്ട് ഭൃത്യമായി അവനിൽ വിശ്വസിച്ചു. ആ മനുഷ്യൻ്റെ വിശ്വാസം നാം ഇവിടെ കാണുവാനായിട്ട് സാധിച്ചു. താൻ കേൾവിയാൽ യേശുവിനെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ വിശ്വസിച്ചു. അപ്പോൾ ആശിക്കുന്നത് നമ്മൾ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. അപ്പോൾ ആ ഭൃത്യമായിക്കൊരു നിശ്ചയമുണ്ടായിരുന്നു. താൻ കേട്ടതിന്മേൽ ഒരു ഉറപ്പുണ്ടായിരുന്നു. അതിന് പ്രകാരം ക്രിസ്തുവിൽ വിശ്വസിച്ചു. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമതായി കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. നമുക്കതിന് ഉദാഹരണമായി നമ്മളുടെ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ ജീവചരിത്രം നാം ഒന്ന് നോക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 12 അധ്യായം നാം പഠിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 12:1 യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തെന്നാൽ നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പ്രതിഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. പ്രിയപ്പെട്ടവരെ, ഇവിടെ അബ്രഹാമിനെ ദൈവം വിളിച്ചത്, നീ സകലരെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഇവിടെ അബ്രഹാമിൻ്റെ വിശ്വാസം എത്രയോ വലുതാണ്. അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്. അപ്പോൾ അബ്രഹാമിന് അറിയില്ല ഇവിടെ എങ്ങനെയൊന്നും. പക്ഷേ അബ്രഹാമിന് ദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. അതിന് പ്രകാരം തനിക്കൊരു നിശ്ചയമുണ്ടായിരുന്നു, ദൈവം തന്നെ വിളിച്ച് ലക്ഷ്യത്തിലെത്തിക്കുമെന്ന്. അപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അപ്പം എന്തോ ഒന്നും അറിയില്ല, പക്ഷേ അബ്രഹാമിൻ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു. താനൊരു മറുചോദ്യം ചോദിക്കാതെ ദൈവകൽപ്പന അനുസരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചത് ഭൃത്യമായി കേൾവിയാൽ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞ് കേട്ടാണ് യേശുവിൽ വിശ്വസിച്ചത്. ഇവിടെ അബ്രഹാം ഒരു നിശ്ചയം അബ്രഹാമിനുണ്ടായിരുന്നു. ഒരു മറുചോദ്യം ചോദിക്കാതെ ദൈവത്തിൽ വിശ്വസിച്ചു, അനുസരിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
വിശ്വാസം എന്നത് എത്രയോ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് ഒരു ക്രിസ്ത്യ ജീവിതത്തിൽ വേണ്ടത്. കാരണം നാമും കടന്നു പോകുന്നത് ഇതുപോലുള്ള സാഹചര്യങ്ങളിലാണ്. നാം അപ്പോൾ നമ്മുടെ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കണം. നമുക്കും പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ കടന്നു വരും. അപ്പോൾ നമുക്കൊരു ഉറപ്പും നിശ്ചയം ഉണ്ടായിരിക്കണം, എൻ്റെ ദൈവം എന്നെ രക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, വിശ്വാസം എന്നത് വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്ത്യ ജീവിതം വിജയത്തോടെ നയിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ.